കാലചക്രത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ മങ്ങിപ്പോയ 96 ടാക്കീസ് ഇതാ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സ്കിറ്റിൻ്റെ പേരാണ് കാലനും 96-ലെ ചില കൊറോണകളും. ഈ സ്കിറ്റിൻ്റെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഇതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. മനുഷ്യ മനസ്സിൻ്റെയും ജീവിത പ്രശ്നങ്ങളുടെയും അന്തർധാരയ്ക്കുള്ളിലെ ചെറിയ നെടുവീർപ്പുകളെ വലിച്ചെടുത്ത് അവയെ വിസ്ഫോടനങ്ങളാക്കി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് ഏവർക്കും പ്രിയങ്കരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കഥയിലേക്ക്. ലോകം മാറിയതുപോലെ യമലോകവും മാറിയിരിക്കുന്നു. കാലൻ്റെ പഴയ കപടാമീശയും കിരീടവും പോത്തിൻ്റെ മേലുള്ള യാത്രയും എല്ലാം ഉപേക്ഷിച്ച് കാലനും നമ്മളെപ്പോലെ മോഡേൺ ആയിരിക്കുന്നു. പക്ഷേ ഈ മോഡേണൈസേഷൻ യമലോകത്തും കോർപ്പറേറ്റുകളെ കൊണ്ടെത്തിച്ചു. ഇന്ന് യമലോകം ഭരിക്കുന്നത് ദേവേന്ദ്രൻ എന്ന കോർപ്പറേറ്റാണ്. അങ്ങനെ കാലനും കിട്ടി കോർപ്പറേറ്റിൻ്റെ വകയായ ചില ടാർഗറ്റുകൾ. തൻ്റെ ടാർഗറ്റുകളൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിയാതെ കാലൻ ദുഃഖിതനായിരുന്നു. തൻ്റെ ദുഃഖം മകനോടൊപ്പം ഇരുന്ന് പങ്കിടുന്ന കാലൻ എങ്ങനെയെങ്കിലും ഡെത്ത് റേറ്റ് കൂട്ടി തൻ്റെ പ്രമോഷൻ വീണ്ടെടുക്കണം, ഇൻക്രിമെൻ്റ് നേടിയെടുക്കണം. ആ കാലനിൽ നിന്ന് നമുക്ക് ആദ്യ സീൻ തുടങ്ങാം. എടാ, ഇത്രയും പെട്രോളിക്ക് ഞാൻ എവിടെ പോവാനാടാ? അതൊരു സൂപ്പർ പരിപാടി. ഇന്ന് തന്നെ കൊറോണ വജ്രായുധം. ഹലോ ബോസ്. യെസ് ബോസ്, കൊറോണ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബോസ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ നമ്മുടെ ഡെത്ത് റേറ്റ് പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. നല്ല പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. കേരളത്തിലും കുഴപ്പമില്ല ബോസ്. ഓ ബോസ്, മനസ്സിലായി ബോസ്. ട്രൈ ചെയ്യാം. ഈ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോസ്, അവിടെ കുറെ ആത്മാർത്ഥത കൂടിയ കുറെ ഡോക്ടർമാരുണ്ട്. ഇവന്മാർ ഒരു രക്ഷയില്ല ബോസ്. നേരിട്ടോ പോവാം ബോസ്. ഞാൻ നേരിട്ട് കേരളത്തിൽ പോവാം ബോസ്. പോയി ഇവന്മാരെ കണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോൾ കേൾക്കും. അല്ല, കേൾക്കാതെ വന്ന കാരലല്ലേ ബോസ്, ഭീഷണിപ്പെടുത്താം. അതിലവന്മാർ വീഴും. യെസ് ബോസ്. ഓക്കെ ബോസ്. അപ്പം പിന്നെ ബോസ്, എൻ്റെ ഇൻക്രിമെൻറ്റിൻ്റെ ഹലോ ബോസ് വെച്ചാ ഓക്കെ. അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ചോദിച്ചാൽ കംപ്ലീറ്റ്. അങ്ങനെ കേരളത്തിലെത്തി ചില ഡോക്ടർമാരെ നേരിട്ട് കണ്ട് തൻ്റെ ടാർഗറ്റ് കൂട്ടാനുള്ള സഹായങ്ങൾ ചെയ്തു തരണേ എന്ന് അഭ്യർത്ഥിക്കാൻ കാലൻ തീരുമാനിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ സാനു, ന്യൂറോളജിസ്റ്റ്. പേര് കേട്ടാൽ അറിയാം, സംസാരിച്ചാൽ വളയും. സാനു. ഹലോ. മിസ്റ്റർ, ഞാൻ ആരാണെന്ന് പറ. എൻസൈക്ലോപീഡിയ എല്ലാം കൊണ്ട് കത്തിക്കാൻ പോവാ. അയാൾക്ക് ഭ്രാന്തായ. വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞാലല്ലേ താങ്കൾക്കത് മനസ്സിലാവൂ. കുട്ടൂറ്റിയൊന്നും വേണ്ട. അതുകൊണ്ട് ഈ കൊറോണ ലോക്ക്ഡൌണിലെ ഇത്രയും ലോക്ക്ഡൌണും ഇവിടെ എല്ലാം ഈ പോലീസ് ഉള്ളപ്പോ നീ എങ്ങനെ ഇവിടെ വരെ എത്തി? നിന്നെ ആരും ബുക്കില്ലേ? പുട്ടൂറ്റി ഇത് പുട്ടൂറ്റിയല്ല, ഇതിന്റെ സാറ്റലൈറ്റ് ഫോൺ. വേറെ പണിയൊന്നും ഇല്ലേ? നീ പോ, നീ ചെല്ല, നീ തിരക്കുണ്ട്. കഴിഞ്ഞ് വന്നാ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എടാ വേണ്ടടാ. എന്തോന്ന് വേണ്ട? കളിപ്പാട്ടോ? പിള്ളേർക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? അവർ അതിന്റെ പുറത്തിരുന്ന് കളിച്ചോണ്ടിരിക്കുക. ഇവിടെ ചെല്ല് പോ. എന്റെ പൊന്നുമോനെ വേണ്ട, നീ ചെല്ല്. ശല്യം ഉണ്ടാക്കാതെ പോ. ഞാൻ ആരാണെന്നെങ്കിലും താൻ മനസ്സിലാക്ക്. അതുപോട്ടെ, ഈ ഗേറ്റ് അടച്ചേക്കുള്ളൂ. നീ എങ്ങനെ ഇവിടെ വന്നേ? മതിലേ അടിയോ? ഏത് സൈഡില്? രാത്രി വീണ്ടും വരുവോടെ കക്കാനായിട്ട്? ഞാനൊന്നും വേണ്ട, ഒന്നും വേണ്ട. നീ സ്ഥലം വിട്. എനിക്ക് ദേഷ്യം വരുന്നത്. നീ പോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എനിക്ക് കിടക്കാറുണ്ട്. കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണം. നീ പോയെ. ഇനി ഞാൻ പട്ടി കഴിക്കൂലേ? ഞാൻ കയറി കഴിക്കണോ? ഇയാൾ കഴിക്കുന്ന ഡോക്ടറാണ്. എന്തോടെ ഒരു വക പറയാനും സമ്മതിക്കൂല. ഇയാൾ ചുമ്മാ നടന്ന് കടിച്ചോണ്ടിരുന്ന ന്യൂറോളജിസ്റ്റ് ആണോ?
കാലന് ബഹുമാനമില്ലാത്ത ഏത് ന്യൂറോളജിസ്റ്റ്. അങ്ങനെ കാലൻ അടുത്ത ഡോക്ടറെ തേടി ഇറങ്ങി. ഒരു വട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും നടത്തി. ആ, ഇവൻ കൊള്ളാം, ഡോക്ടർ പോൾ സാമു. പോൾ ബാർബറിൻ്റെ ഏതെങ്കിലും ഫാമിലി ആയിരിക്കും. അപ്പം പിന്നെ ഇവൻ അഴിമതിക്കാരൻ ഉറപ്പാ. ഇവനാണ് നമ്മുടെ കിളി. ഇതിന് ബെല്ലടിക്കാം. വരും. എവിടെ പോകാൻ വരാം. പിരിവ ഈ ലോക്ക്ഡൌൺ സമയത്താണ്. പിരിവാ? ഒരു പണിയില്ല. എനിക്ക് പണിയുണ്ട്. മാസ്കിൽ അതിന്റെ കൂടെ നീ നിൽക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഞാൻ ഓടി ഒന്നും നിൽക്കും. ഞാൻ ആരാന്നറിഞ്ഞൂടാ. ചേട്ടാ ഓടി ഷുടാ, ഇവന്മാര് ഒരു വക പറയുന്നത് പോവാനാ. വട്ടന്മാരാണോടെ ഇവന്മാരെല്ലാം. ഒന്ന് സംസാരിക്കാൻ പോലും സംസാരിക്കുന്നില്ലല്ലോ ഇവന്മാര്. വീണ്ടും കാലൻ അടുത്ത ഡോക്ടറെ തേടിയുള്ള ഈ യാത്രയിലായി. ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഡോക്ടർ അരുൺ ബി നായർ, സൈക്കാട്രിസ്റ്റ്. ഇയാളല്ലേ യമലോകൻ ടി വിയിൽ വരുന്നത്? ഇതായിരിക്കില്ല. എന്തായാലും ബെല്ലടിക്കാം. ഇതെങ്കിലും നടന്നാൽ മതി. വരുന്നുണ്ട്. ആരാണ്? FTV-യിൽ നിന്നാണല്ലേ? എന്ത് പറ്റി? ഇന്റർവ്യൂ പറ്റിയില്ല. അയ്യോ, ഇന്റർവ്യൂവിന് ഞാൻ രാവിലെ 3 മണി തൊട്ട് രാത്രി 12 മണി വരെ ടൈമിങ്ങനെ പല പല ചാനൽസിനായിട്ട് കൊടുത്തിരിക്കുകയാണേ. സമയമില്ലാത്തൊരവസ്ഥ. ഇവിടെ 2 മണിക്കൂർ ഉറങ്ങാനേ കിട്ടുന്നുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? 10 മിനിറ്റ് ആയാലും മതിയാണോ? 10 മിനിറ്റ് മതിയെങ്കിൽ നമുക്കിനി ആ കൂടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു കാര്യം ചെയ്തോളൂ. രാവിലെ ഒരു 7 മണി തൊട്ട് 7:10 വരെ ആയാലും മതിയാവും. മതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്ന് വിളിച്ചോളൂ. ഞാൻ വീഡിയോ ചാറ്റിൽ വരാം. അത് മതിയാവുമല്ലോ അല്ലേ? ഒന്ന് വീഡിയോ ചാറ്റിൽ 7 തൊട്ട് 7:10 വരെ. അതാകുമ്പോൾ ഞാൻ കുളിക്കുന്ന സമയമാണ്. ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ചാറ്റിൽ വരാം. പിന്നെ FTV അല്ലേ, അപ്പോൾ പിന്നെ ബാത്റൂം തന്നെ ആയിരിക്കും ഏറ്റവും നല്ല ലൊക്കേഷൻ. കുളിക്കുന്ന സമയം തന്നെയാണ്. ശരി, നമുക്ക് 7 മണി. 7 മണിക്ക് നീ അവിടെ കുളിസിനി. ഞാൻ കാലനാണ്, കാലൻ. ഇയാളെങ്കിലും ഒന്ന് ഒതുങ്ങിയാൽ മതിയായിരുന്നു. എവിടെ? ഡോക്ടർ കൃഷ്ണകുമാർ, കാർഡിയോളജിസ്റ്റ്. ശ്രീചിത്ര. അപ്പോൾ സൽസ്വഭാവിയായിരിക്കും, പാവമായിരിക്കും, പെട്ടെന്ന് ഒതുങ്ങും. ബെല്ലടിക്കാം. ഹലോ സാർ, ഞാനേ അതെ ഒരു വഴിപോക്കനാ. നമ്മുടെ അമ്മച്ചിയുടെ ഫ്ലാറ്റ് ഏതാന്ന് ചോദിച്ചു വന്ന ഞാനിപ്പോ ഒന്ന് സെറ്റിൽ ആയിട്ട് വരാം. ആക്ച്വലി സെറ്റിൽ ചെയ്യാനാ? സാധനം ഞാൻ സെറ്റിൽമെന്റ്. ഇതൊരു കാര്യം, നീ ആ കുപ്പി ഇവിടെ വെച്ചിട്ട് പോ. കുപ്പിയാ? നീ ഒരു കാര്യം, നീ ആ കുപ്പി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഫ്ലാറ്റിലേക്ക് അയ്യോ, എനിക്ക് വെള്ളം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, നീ കുപ്പി താഴെ സെക്യൂരിറ്റി കൊണ്ടുപോ. അതും വേണ്ട, നീ കാര്യം ചെയ്യാം, അവിടെ താഴത്തെ സ്റ്റെയർ കേസിൽ പോയാൽ മതി. ആക്ച്വലി ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ വരാം. ഈ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ കുപ്പി ഇവിടെ വെച്ചിട്ട് പോ. ഇവിടെ വെച്ചിട്ട് പോടെ. അയ്യോ, ഇയാൾക്ക് ഇതെന്തുവാടി? ഇത് പുതിയ തരം ഏതുവാണ്? കുപ്പി വെച്ചിട്ട് പോവാനാ? ശ്രീചിത്രയാണെന്നാണ് പറയണത്. കൂടിയ ഈ ഫ്ലാറ്റിലെ ഡോക്ടറിൻ്റെ പേരെന്താണ്? ഡോക്ടർ ബിബി ധനൻ. ധനത്തോട് ആഗ്രഹമുള്ളവനാണ്. അപ്പം ഇവൻ ഉറപ്പായിട്ടും വീഴും. സംസാരിച്ച് നോക്കാം. ബെല്ലടിക്കാം. കുറച്ച് താഴെ ഇറങ്ങി നിന്ന് നോക്കിയിട്ടൊന്നും എടുത്ത്. ഞാൻ കാലൻ. ഞാനേ ഇറങ്ങി പോവാനൊന്നും പറഞ്ഞില്ലല്ലോ. ട്രാൻസ്ഫർ
ഞാൻ എന്റെ ഫ്ലാറ്റ് ഡാൻസ് ഈ കളിക്കും. മനുഷ്യന് കണ്ണാടി വെച്ചിട്ടൊന്ന് കണ്ടുകൂടെ? ഞാൻ കാലൻ, മിസ്റ്റർ കാലൻ. ആഹാ ആ വെളിയും കുളിക്കുന്നു. കാലത്ത് ഫ്ലാറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നോ? അതുകൊണ്ട് അയ്യോ, ഇയാളിത് എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ ഇറങ്ങിപ്പോണോ? എവിടുത്തെ ന്യായം? എവിടുത്തെ ന്യായം? എന്റെ ഫ്ലാറ്റ്, എന്റെ കാല്, എന്റെ പാട്ട്, ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ തലകുത്തി നിൽക്കും, ഡാൻസ് എടോ, ഇയാളടുത്ത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. അത് നിങ്ങളാണ്. ഞാനാ എന്ത് വിചാരിച്ചോണ്ടിരിക്കുന്നു? ഞാനാണോ കാലൻ? നടക്കൂലേ? അതുകൊണ്ട് കുവൈറ്റാ? കേരളം അല്ലേ ഇത്? പിണറായിയുടെ സ്വന്തം ആള്. ആഹാ, ഇവിടെ ആ കളിയൊന്നും നടക്കൂല. എടോ കാലനെയാണോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഇവിടെ എന്റെ സ്വന്തം ഫ്ലാറ്റില് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. താ ചെയ്യോളൂ, ഇഷ്ടമുള്ളൂ. തുണി വരച്ച കാണുള്ളൂ. അതിന് ചോദിക്കാൻ നീ ആരെയല്ല. ഞാൻ പറയുന്നതൊന്ന് പോയി. എന്റെ ദൈവമേ, ഇവന്മാർക്കൊന്നും ബോധമില്ലേ? കണ്ണും കണ്ടൂടാ. വെറുതെ ഇവന്മാരുടെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കാൻ വേണ്ടിയാണോ ബോസെ നിങ്ങൾ എന്നെ താഴോട്ട് പറഞ്ഞു വിട്ടത്? കോലെന്നൊക്കെ പറഞ്ഞ കലിക. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരാണാണെന്ന വേഷത്തിൽ ചെന്നാൽ ഇവന്മാർക്കൊന്നും ഒരു മൈൻഡില്ല. പെണ്ണായി പോയ അപ്പ കാണാം ഇവനൊക്കെ നമ്മുടെ കൂടെ വരും, കൂടെ. എൻ്റെ അടുത്താണ് കളി. അല്ലെങ്കിൽ തന്നെ മാസ്ക് ഇല്ല, കൂസ്കില്ല. ശരിയാക്കി തരാം. ആ ചേട്ടാ, എൻ്റെ ചേട്ടാ. ആ, ഇവൻ്റെ പേര് എന്താണ്? ഡോക്ടർ രഞ്ജിത്ത്. ഓർത്തോ? പിന്നെ ണ്ടിരിക്കല്ലേ പണി. ഇവനെ എങ്ങനെ നോക്കാം? ബെല്ലടിക്കാം. ഞാൻ ഡോക്സിയ വൈഫാ. ഞാൻ എവിടെ പോവാൻ? അത് തേപ്പുകാരൻ വന്നതാ. തേക്കാൻ തേപ്പോ? എന്റെ ചേട്ടാ, നീ ഇവിടെ എത്ര നാളെ ഇവിടെ നിന്റെ വീട്ടിൽ? നീ എന്റെ വീട്ടിൽ അല്ലെ? ആണല്ലോ എന്റെ വീട്. നിന്റെ വീട് ഒരു നിനക്കറിഞ്ഞോ? എന്തെങ്കിലും കോഫി ഷോപ്പിൽ ചേട്ടാ. നീ ഇപ്പൊ പോയി കോഫി ഷോപ്പാ? എവിടെ പോവാൻ? പണ്ട് കോഫി വരാൻ പറഞ്ഞ പോലെ ആവരുത്. ഞാൻ വന്നിരുന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് അമ്മ എന്നെ എടുത്ത് കളഞ്ഞത് അവിടെ. അയ്യോ, പെണ്ണുങ്ങളുടെ കാര്യം ആതോ ഗതി. ഇതിനെക്കാളും ഭേദം ആണായി പോകുന്നതാണ്. ഇവന്മാരൊക്കെ ഏത് ഐറ്റം? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ ആൺ ഡോക്ടർമാരാരും ശരിയല്ല. ഒറ്റൊരുത്തൻ അടുപ്പിക്കുന്നു കൂടിയില്ല. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരു ലേഡി ഡോക്ടറെ പോയി കാണാം. അവരാകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കൂടെ സഹകരിക്കും. ഡോക്ടർ ധന്യ, ഗൈനക്കോളജിസ്റ്റ്. കുഴപ്പമില്ല, ഇവര് ഒതുങ്ങണം. ഓഹോ, സർക്കാർ സർവീസിലാണോ? അപ്പം എന്തായാലും ഒതുങ്ങും. ബെല്ലടിച്ച് നോക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളൊന്നും ഞാൻ ഇവിടെ കാണാറില്ല. പൈസ മേടിച്ച് നോക്കാറുമില്ല. അയ്യോ, പൈസ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അവിടെ ഉള്ള രോഗികളെല്ലാം ഒരുപോലെ തന്നെ നോക്കുന്നത്. അല്ല, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചോളൂ. ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പൊക്കോ. എന്റെ മാഡം, ഞാനൊന്ന് ഞാൻ ഷീലയുടെ ഭർത്താവല്ല. കാലന് വരെ കണ്ടവരുടെ ഭർത്താവാക്കുന്ന ഇവരൊക്കെ ഡോക്ടർ. ആണും പെണ്ണും എല്ലാം ഒരേ ഐറ്റം.
എടാ അതാ സിനിമയുടെ സെറ്റാ. എന്താണ് ഡോക്ടർ വികേഷ്, ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, എൻ്റർപ്രൈനർ, ബിസിനസ്മാൻ. എന്തോന്നടി ഇത്, കമ്പനിയാ? എന്തുകൊണ്ടെങ്കിലും ആവട്ടെ, മൊത്തത്തിലൊരു ചാട സെറ്റപ്പ് ഉണ്ട്. ഒതുങ്ങുമായിരിക്കും. ബെല്ലെവിടെ? അയ്യോ, ഞാൻ തലതിരിഞ്ഞ് നിക്കണില്ല ചേട്ടൻ. ബ്രാൻഡ് അടിക്കണുള്ള അടപ്പ് വിഴുങ്ങരുത്. എന്തൊരു പ്രഹസനമാണ് അളിയായത്. സൂര്യൻ ഉദിച്ചിട്ട് ഇത്ര നേരമായി, ഇപ്പോഴാണ്ടാ അല്ല കൊണ്ടുവരാൻ ഞാൻ ആരാണ്? വലിയ കാര്യം നിന്നെ ഏൽപ്പിച്ചിട്ട് പോലും ഓ നിനക്കൊരു ഉത്തരവാദിത്ത ബോധമില്ലടാ. തുമ്പപ്പൂ ചോറ് വിളമ്പി ഭാഗ്യം ഞാനാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ല. എങ്കിൽ അതിനിപ്പ എന്റെ അപ്പൻ ഓ കള്ളു പറക്കി ചത്തപ്പ പോലും ഓ ശവമടങ്ങിന് ഇത്രയും നേരം ഞാൻ കാത്തില്ല. ഓടി തള്ളിക്കോ മച്ചാ. എൻ്റെ അമ്മോ. ഇയാളാര്? ഡോക്ടർ സിബി കുര്യൻ ഫിലിപ്പ്. ഓ പേര് തന്നെ ഉടായിപ്പ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, ആസ്മ സ്പെഷ്യലിസ്റ്റ്. എന്ത് കോസ്മെങ്കിലും ആവട്ടെ, ഇയാളെ വിളിക്കാം. ബെല്ലെവിടെ? വരുന്നില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ശ്വാസം മുട്ടല് കൂടുതലാണ്. ശ്വാസം മുട്ടല? വേണ്ട, അതൊക്കെ വേണ്ട, അവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്ന് ഞാൻ നോക്കണം. ശ്വാസം മുട്ടലിന്റെ മരുന്നൊക്കെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ടൊന്നും മെഡിക്കൽ സ്റ്റോറിലൊന്നും വരുന്നില്ലല്ലേ? എനിക്ക് ശ്വാസം മുട്ടില്ല സാർ. ഇന്ത്യയിൽ ഒരു പുതിയ തെറാപ്പി ഉണ്ട്, മ്യൂസിക് തെറാപ്പി. നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ ശരിയാക്കാം. പോയാ അവിടെ നിന്നോ, അവിടെ നിന്നോ. അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് സാർ, ഇത് കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ട് താനെ ശ്വാസം മുട്ട. അയ്യോ, Senta só, chave, atafari, like it, don't do the fractal pose, ഇതെന്ത് പറയുമായി? não vou tirar foto. Caligala, 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 caligala. എന്റെ പേര് പാട്ട. ശ്വാസം മുട്ട് കുറവുണ്ടോ? ശ്വാസം മുട്ട് കുറവാ. ഫീസാ? ഓൺലൈനല്ല, ഞാനേ എനിക്ക് കുറച്ച് കാര്യം. ഓ അയ്യോ, ഇയാളിത് എന്ത് സാധനമാണ്? എന്താണ് ഇപ്പൊ ഇവിടെ നടന്നത്? ഭഗവാനെ, ഇതിപ്പോ ഞാൻ നോർമലല്ലേ അതോ ഇവന്മാരാരും നോർമലല്ലേ? എന്തായിരുന്നു ഇവിടെ? ഏതായാലും ഇവൻ്റെ അടുത്ത് നേരിട്ട് കാര്യം പറയാം. കാലനാണ്, ഇനി വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. പേരെന്താണ്? ഡോക്ടർ സെബിന്ദ് കുമാർ, സൈക്കാട്രിസ്റ്റ്. കറക്റ്റാണ്, എൻ്റെ അടുത്ത് തന്നെ പറയാം. സൈക്കാട്രിസ്റ്റുകളാണ് നമ്മളടുത്ത് കളിക്കാൻ പറ്റും. കാലൻ ശിവൻ അല്ല, കാലൻ കാലൻ യമലോകം, യമലോകത്ത് നിന്ന് കാലൻ. ശിവനാ? കൈലാസത്തിലോ? അത് തന്നെ. ഇന്നങ്ങനെയല്ല. ബാബുവാ? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയില് നമ്മൾ ആശുപത്രിയിൽ വന്ന് കാണണം. അല്ല, ഇങ്ങനെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസമായിട്ടൊക്കെ തോന്നുമ്പോ തോന്നിയതല്ല ശിവൻ. ബാബുവിനെ അറിയാലോ. ഞാൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത് ബാബുവിനോട്? ബാബു അല്ല, ശിവൻ. ശിവൻ ബാബു, പരമശിവൻ. ശിവൻ. അപ്പൊ നമ്മള് ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെ, ഇപ്പം ദൈവമാണെങ്കിലും ചിലപ്പോ ദൈവവും മനുഷ്യനും മരുന്നും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ആ കുറിപ്പടിയില് നമ്മൾ ഇന്ന മരുന്ന് ഇന്ന നേരം ഇത്രയും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ആ ശിവന്റെ ശക്തിയൊക്കെ ഉപയോഗിച്ചോ എന്നാലും ആ ഒരു ശക്തി ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ മരുന്നും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ശക്തി കിട്ടിയാലോ. ഓ കഴിക്കാം. ഓ ഓ ശരി. അപ്പൊ ശിവന്റെ ശക്തിക്ക് ഭഗവാനെ, അപ്പൊ ഞാനാരാ? ശിവനാ? ഓ ഞാനപ്പോ ശിവൻ. ഇത്രയും നാള് ഞാൻ കാലനാണെന്ന് വിചാരിച്ചു. ഞാൻ ശിവനാണ്. അല്ല, ബാബു. കുഴപ്പമായി. എന്തോ കുഴപ്പമായി. എന്താ? ഫോൺ. ഹലോ, ആരാ? ബോസാ? ബോസ് ഞാൻ ശിവൻ. അച്ഛാ, ബാബു അല്ല. പോയ കാര്യം എല്ലാം ഏതാണ്ട് ശരിയായി. ബോസ് ഞാനൊരു കാര്യം പറയട്ടെ. ബോസ് നമ്മളൊന്നും ഗുളിക കറക്റ്റായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് ബോസ് നമ്മുടെ ശക്തി കുറയുന്നത്. ബോസ് ഗുളിക കഴിക്കണം. എല്ലാം എനിക്ക് മനസ്സിലായി ബോസ്. വട്ട ബോസ് നമുക്കല്ല ബോസ് വട്ട്. അല്ല ഛേ, നമുക്കാണോ നമ്മുടെ ചുറ്റുമുള്ളവർക്കാണോ വട്ടെന്നാണ് ഇപ്പം എൻ്റെ സംശയം ബോസ്. ഇവിടെ മണ്ട, കേരളത്തിലെ ഡോക്ടർമാരെ ഡീൽ ചെയ്യാൻ വല്ലാത്ത പാടാണ്. എസ്പെഷ്യലി ദിസ് 96 ബാച്ച്. അവന്മാരെല്ലാം കൂടെ പറഞ്ഞ് നിന്നെ വട്ടാക്കി. ഇങ്ങനെ ദയനീയമായി പരാജയപ്പെട്ട നിനക്ക് ഒരു ഇൻസെൻറ്റീവുമില്ല, ഒരു ബോണസുമില്ല. അവിടെ തന്നെ നല്ല ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സിച്ചിട്ട് നീ അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് വരണ്ട. ഗുഡ് ബൈ. കൊറോണയെ വേരോടെ തകർത്ത കേരളത്തിലെ ചുണക്കുട്ടന്മാരായ ഡോക്ടർമാരോടും അതിൽ തന്നെ പ്രത്യേകിച്ച് 96 ബാച്ചിലെ കിടിലങ്ങളോടുമാണ് ഏറ്റുമുട്ടിയതെന്നറിയാതെ പാവം കാലൻ മതിഭ്രമത്തിൽ കേരളമൊട്ടാകെ ഓടി അലഞ്ഞു നടന്നു.